ഓം ശാന്തി. ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ ശാന്തചിത്തനായ, ശാന്തിപ്രിയനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. കൂടുതൽ സമയവും ധ്യാനത്തിലിരിക്കും. ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരുമ്പോൾ ആ സന്യാസിയുടെ ശാന്തിയുടെ സങ്കല്പം പവർഫുൾ ആയിരുന്നു. അതിലെല്ലാവർക്കും അത്ഭുതവുമുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഈ സന്യാസി എത്ര ശാന്തനായിരുന്നു കൊണ്ടാണ് അതിന് പരിഹാരങ്ങൾ കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ വളരെ വലിയൊരു വിപത്തുണ്ടായി. എല്ലാവരും ഭയവിഹുലരായി, പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ ആരംഭിച്ചു. അപ്പോൾ ആ സന്യാസി ആ ജനങ്ങളോടായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശരീരം, മനസ്സ്, കർമ്മം ഇതിലെല്ലാം തന്നെ ശാന്തിയുടെ അഭ്യാസം ചെയ്യൂ. തന്റെ സങ്കല്പത്തെ ദൃഢമാക്കൂ. അത് കേട്ട് ആ ഗ്രാമവാസികൾ അതൊക്കെ അംഗീകരിച്ചു. പതുക്കെ പതുക്കെ അവരും ശാന്തമാക്കാൻ തുടങ്ങി. അതായത് കുറേശ്ശെ ആ സന്യാസിയുടെ ഡയറക്ഷൻ അനുസരിച്ച് അവർ മെഡിറ്റേഷൻ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി തന്നെ ആ ഗ്രാമത്തിലെ പ്രോബ്ലങ്ങൾ കുറേശ്ശെ കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, ശാന്തിയുടെയും സങ്കല്പത്തിന്റെയും ശക്തി എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ളതാണ്. സന്യാസി അവരോട് പറഞ്ഞു, ശുഭസങ്കല്പത്തിന്റെ മഹത്വം എന്താണ്? ആ സങ്കല്പം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വളർത്തുന്നുവോ അതിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും. അപ്പോ നമ്മുടെ ആന്തരികമായ ശാന്തി, സശക്തമായ സങ്കല്പം, ഇതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കഠിനമായ പരിതസ്ഥിതികളെയും സഹജമായി അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കും. അവ്യക്ത ബാബ്ദാദ നമുക്ക് നൽകുന്ന ഒരു വിശേഷപ്പെട്ട ശ്രീമത്താണ്. യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ സിദ്ധി സ്വരൂപനായി മാറും. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ സമയമനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ ആത്മാക്കളും പ്രത്യക്ഷ ഫലം, അതായത് പ്രാക്ടിക്കൽ പ്രൂഫ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ആരും ശ്രമിക്കില്ല. പകരം നമ്മൾ എന്താണ് എന്നുള്ളത് കാണാൻ ആഗ്രഹിക്കുന്ന കാലം. കേട്ടു പഠിക്കുന്ന കാലം കഴിഞ്ഞു, ഇപ്പൊ എല്ലാം കണ്ടുപഠിക്കുന്ന കാലമാണ്. അപ്പോ ശരീരം, മനസ്സ്, കർമ്മം, സമ്പർക്കം, സംബന്ധം, ഇതിലെല്ലാം തന്നെ സൈലൻസിന്റെ ശക്തിയെ നമ്മൾ അപ്ലൈ ചെയ്തു നോക്കൂ. സൈലൻസിന്റെ ശക്തി ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ശാന്തിയുടെ ശക്തി മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ശാന്തിയുടെ ശക്തി നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ പ്രതിഫലിക്കുന്നു? നമ്മുടെ സംബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, നമ്മുടെ ബന്ധുജനങ്ങളിൽ, നമ്മുടെ സംബന്ധ സമ്പർക്കത്തിലെല്ലാം അത് അപ്ലൈ ചെയ്തു നോക്കൂ. പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കൂ. എന്ത് റിസൾട്ട് കിട്ടും നോക്കൂ. അപ്പോ ശാന്തിയുടെ ശക്തിയിലൂടെ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളെ ഒരു വയർലെസ് സെറ്റിന്റെ വൈബ്രേഷൻ പോലെ, അല്ലെ, അത്ര തീക്ഷ്ണമായിട്ട് മറ്റൊരു ആത്മാക്കളിലേക്കും അയക്കാൻ സാധിക്കും. അതായത് ഞാൻ എന്ത് ചിന്തിക്കുന്നു, ആരെക്കുറിച്ച് ചിന്തിക്കുന്നോ, ആ സങ്കല്പത്തിന്റെ വൈബ്രേഷൻ ആ ആളില്, ആ ആത്മാവിൽ അത് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ഈ ശക്തി എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട യന്ത്രമാണ്. ഓക്കെ. അപ്പൊ ശുഭസങ്കല്പമാകുന്ന ഈ യന്ത്രത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും സിദ്ധിസ്വരൂപനാകാൻ സാധിക്കും. സങ്കല്പം എന്താണോ അതനുസരിച്ച് നമുക്ക് സിദ്ധി ലഭിക്കും. അപ്പം അവ്യക്ത ബാബ്ദാദ് നൽകുന്ന ഈ ഒരു കാര്യത്തെ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് ബാബയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അവ്യക്ത പാലന റിട്ടേൺ. എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നു? പവർ ഈസ് റിയലൈസ്ഡ് only when it is put into practice. നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെ നമ്മൾ പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ ശക്തി എന്താണെന്ന് അറിയുന്നത്. എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ആ ശക്തി കൊണ്ട്. Then by using the power of silence in body, mind, action and relationship, you can connect deeply with the soul.
അപ്പൊ നമ്മൾ നമ്മുടെ ആ സങ്കല്പ ശക്തിയെ നമ്മുടെ ശരീരം, മനസ്സ്, പ്രവൃത്തി, വ്യക്തിബന്ധങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കൂ, അതുമായി കണക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ആത്മാക്കളുമായുള്ള ആഴത്തിലുള്ള ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിക്കും. Then the energy of peace, strength and resolve, reaching the soul directly without any medium. നമ്മുടെ സങ്കല്പം അത്രയും പവർഫുൾ ആണെങ്കിൽ ഭയങ്കര സ്പീഡ് ഉണ്ടാവും. അത് ലോകത്തിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആത്മാക്കളിലേക്കും ഒരു മീഡിയം ഇല്ലാതെ തന്നെ സഞ്ചരിച്ച് അവിടെ എത്താനും ആ ആത്മാവിനെ ടച്ച് ചെയ്യാനും ഈ ശാന്തിയുടെ ശക്തിക്ക് സാധിക്കും. മറ്റൊരു വിശേഷത, ശുഭസങ്കൽപ്പ് ഈസ് എ പവർഫുൾ ടൂൾ. നമ്മുടെ പക്കലുള്ള ആ ശുഭസങ്കല്പമാണ് വളരെ ശക്തിശാലി ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കും. ക്യാൻ ട്രാൻസ്ഫോം യുവേഴ്സ് വിഷസ്. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും പിന്നെ സിദ്ധി സ്വരൂപനായിട്ട് മാറാൻ കഴിയും. എന്താഗ്രഹിക്കുന്നതെല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. When mind, body and action align, success become inevitable. അങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും പ്രവൃത്തിയും ഒരുപോലെയാകുക, അല്ലെ ത്രിശൂലത്തിന്റെ 3 മുനകൾ ഒരേപോലെ നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ബോഡിയും ആക്ഷനും ഒരേ അലൈൻമെന്റിൽ വരുമ്പോൾ സക്സസ് എന്നത്, വിജയം എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി തീരും. അതായത് വിജയം ഉറപ്പാകുക തന്നെ ചെയ്യാം. Then by using spiritual power correctly, we can steer our life journey positively. നമ്മുടെ പക്കലുള്ള ആ ഒരു സ്പിരിച്വൽ എനർജിയെ, അല്ലെ, ആത്മിക ശക്തിയെ ശരിയായ രീതി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ യാത്രയെ ഒരു സകാരാത്മകമായ ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ സാധിക്കും. എന്നും നമ്മുടെ ജീവിതത്തിന് നല്ല വഴികാട്ടിയായിരിക്കും. എന്താണ് സ്പിരിച്വൽ പവർ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ 6 കാര്യങ്ങളെ നമ്മുടെ സ്മൃതിയിൽ വെച്ചു, അത് പ്രാക്ടീസ് ചെയ്യൂ, അതിൻ്റെ സ്വരൂപമാകൂ, സിദ്ധി കൈവരിക്കൂ. ഇതാണ് നമ്മൾ കൊടുക്കുന്ന അവ്യക്ത പാലനയ്ക്കുള്ള റിട്ടേൺ. ഓം ശാന്തി.